അമേരിക്കൻ അധിനിവേശത്തിന് ഡ്രോണുകൾ കൊണ്ട് മറുപടി തുസ്ക എന്ന ഇറാനിയന് കപ്പൽ പിടിച്ചെടുത്ത മുന്നറിയിപ്പ് വന്നതോടെ ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ ഡ്രോണുകൾ കൊണ്ട് ശക്തമായ തിരിച്ചടിയാണ് നൽകിയത്. ഒമാൻ കടലിൽ യുഎസ് യുദ്ധക്കപ്പലുകൾക്കു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാൻ ചരക്ക് കപ്പൽ യുഎസ് സേന പിടിച്ചെടുത്തതിന് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഉപയോഗിച്ച ഡ്രോണുകളുടെ എണ്ണമോ കപ്പലിന് നാശനഷ്ടമുണ്ടായോ തുടങ്ങിയ വിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് പുതിയ സംഭവം. ഒമാൻ കടലിൽ തുസ്ക എന്ന ഇറാനിയൻ ചരക്കുകപ്പലാണ് യുഎസ് പിടിച്ചെടുത്തത്. ഹോർമുസിൽ യുഎസ് ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കാൻ കപ്പൽ ശ്രമിച്ചതോടെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവഗണിച്ചെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇതോടെ യുഎസ് കപ്പലിന്റെ നിയന്ത്രണമേറ്റെടുത്തു. നിലവിൽ കപ്പൽ യുഎസ് കസ്റ്റഡിയിലാണെന്നും ട്രംപ് വ്യക്തമാക്കി. കപ്പൽ പിടിച്ചെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ യുഎസ് സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിട്ടുണ്ട്. യുഎസ് നടപടിയെ ആയുധമുപയോഗിച്ചുള്ള കടൽക്കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. 2 ആഴ്ചയായി നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ യുഎസ് ലംഘിച്ചതായി ഇറാന്റെ ജോയിന്റ് മിലിറ്ററി കമാൻഡായ ഖാത്തം അൽ അൻബിയ ആരോപിച്ചു. കപ്പലിൽ കയറുന്നതിനു മുൻപ് യുഎസ് സേന വെടിയുതിർക്കുകയും കപ്പലിന്റെ നാവിഗേഷൻ സംവിധാനം തകരാറിലാക്കുകയും ചെയ്തതായി സൈനിക വക്താവ് പറഞ്ഞു. പക്ഷേ അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെയായിരുന്നില്ല കാര്യങ്ങള്. കപ്പൽ പിടിച്ചെടുത്തതും ഉടനെ കൈക്ക് തന്നെ ഇറാന് ഡ്രോണുകൾ പാഞ്ഞെത്തി തിരിച്ചടി നൽകുകയായിരുന്നു. എന്തായാലും അമേരിക്ക ആഗ്രഹിക്കുന്നതുപോലെ മേഖലയിലെ ശക്തിസമവാക്യം ഏകപക്ഷീയമല്ലെന്ന് ഇറാൻ ലോകത്തോട് ഓർമ്മിപ്പിക്കുകയായിരുന്നു. സാങ്കേതികമായും സൈനികമായും സമ്മർദ്ദം ചെലുത്താൻ തങ്ങൾക്ക് കഴിവുണ്ടെന്ന് കാണിക്കുന്ന മനഃശാസ്ത്രപരമായ മറുപടിയായിരുന്നു അത്. അമേരിക്കയുടെ നീക്കത്തിന് പിന്നിൽ ഉപരോധങ്ങൾ ശക്തമാക്കുക ഇറാന്റെ വ്യാപാര ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുക, ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം തടസ്സപ്പെടുത്തുക, മേഖലയിൽ തങ്ങളുടെ സഖ്യരാജ്യങ്ങൾക്ക് മേൽക്കോയ്മ ഉറപ്പാക്കുക എന്നൊക്കെയാണ്. പക്ഷേ ഇറാന്റെ തിരിച്ചടി അതുകൊണ്ട് തന്നെ വേറിട്ടതാണ്. നേരിട്ടുള്ള പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാതെ പരിമിതവും കൃത്യവുമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഡ്രോണുകൾ, അതിവേഗ ബോട്ടുകൾ, സൈബർ പ്രതിരോധം, പ്രാദേശിക സഖ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് വലിയ സൈനിക ശക്തികൾക്കും വെല്ലുവിളി ഉയർത്താനാകുമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. പരമ്പരാഗത ശക്തി കണക്കുകളിൽ പിന്നിലായാലും തന്ത്രത്തിൽ പിന്നിലല്ലെന്ന് ഇറാൻ വീണ്ടും കാണിച്ചു തരികയാണ്.